മാധവ മേനോന്റെ കൂറ്റൻ ബംഗ്ലാവിലെ പ്രൗഢിയുള്ള സ്റ്റഡി റൂം. ജനലിലൂടെ പുറത്തേക്ക് നോക്കി സിഗരറ്റ് പുകച്ചു നിൽക്കുന്ന മാധവ മേനോൻ. മേശപ്പുറത്ത് രാഘവിന്റെയും മായയുടെയും നിരവധി ഫോട്ടോകൾ. രാഘവിന്റെ വീടിന് മുന്നിൽ തമ്പടിച്ച് കറുത്ത കാറിനുള്ളിൽ നിന്ന് ക്യാമറയുടെ ലെൻസുകൾ രാഘവിന്റെ ഓരോ നീക്കവും പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാഘവ് രാവിലെ കടയിലേക്ക് പോകാൻ ഇറങ്ങുന്നതും അമ്മ ലക്ഷ്മി അവന് യാത്രയയപ്പ് നൽകുന്നതും അനിയൻ കാർത്തിക് ഉമ്മർത്തിരിക്കുന്നതുമെല്ലാം ആ ക്യാമറ കണ്ണുകൾ ചോർത്തിയെടുത്തു. മാധവ മേനോന്റെ ഫോണിലേക്ക് വിശ്വസ്തനായ ചാരൻ വിവരങ്ങൾ കൈമാറുന്നു. സാർ, വിവരങ്ങൾ കൃത്യമാണ്. മാഡം ഇപ്പോൾ ദിവസവും രാഘവിനെ കാണുന്നുണ്ട്. മാത്രമല്ല, രാഘവ് തന്റെ അച്ഛൻ ശിവദാസിന്റെ പഴയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാധവ മേനോന്റെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ച് തന്റെ വിശ്വസ്തനായ മാനേജർ ശേഖരനെ അരികിലേക്ക് വിളിച്ചു. മേനോൻ പറഞ്ഞു, ശേഖര, ശിവദാസിന്റെ മകൻ രാഘവ്. അച്ഛന്റെ ചോറ് തന്നെയാവൻ. ചവിട്ടി താഴ്ത്താൻ നോക്കുന്തോറും വീണ്ടും തല ഉയർത്താൻ നോക്കുകയാ. പണ്ട് ശിവദാസ് എന്റെ ബിസിനസ്സിന് ഭീഷണിയായപ്പോൾ അവനെ ഞാൻ എങ്ങനെ ഒതുക്കിയതെന്ന് നിനക്കറിയാമല്ലോ. ശേഖരൻ പറഞ്ഞു, സാർ, അന്നത്തെ ആ പഴയ ഫയലുകളും ശത്രുതയും ഇന്നും രാഘവൻ അറിയില്ലല്ലോ. പക്ഷെ മായ മാഡം അവനുമായി പ്രണയത്തിലാണ്. മാഡം ഇതൊക്കെ അറിഞ്ഞാൽ കഥ മാറും. മാഡം ആകെ മാറിയിരിക്കുന്നു. മേനോൻ പറഞ്ഞു, മായ എൻ്റെ ഒരേയൊരു മകളാണ്. കോടികളുടെ സ്വത്തിന് അവകാശിയായ അവൾ ആ തെരുവിലിറങ്ങിയവന്റെ കൂടെ ജീവിക്കുന്നത് മാധവ മേനോൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ശിവദാസനോട് എനിക്കുള്ള പഴയ കടം വീട്ടാൻ ദൈവം തന്ന അവസരമാണിത്. പക്ഷെ ഞാൻ നേരിട്ട് രംഗത്തിറങ്ങില്ല. രാഘവിനെ മാനസികമായി തകർക്കണം. അവന് ഏറ്റവും പ്രധാനം അവന്റെ കുടുംബവും ബിസിനസ്സുമാണ്. അത് രണ്ടും തകർന്നാൽ അവൻ തനിയെ മായയുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കോളും. തന്റെ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ മാധവ മേനോൻ ഒരു പുതിയ ആളെ രംഗത്തിറക്കുന്നു, വിക്രം. മുൻപ് മാധവ മേനോന്റെ എതിരാളികളെ ഒതുക്കാൻ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ബിസിനസ് ബ്രോക്കറാണ് വിക്രം. മാധവ മേനോൻ വിക്രമിന് വലിയൊരു തുക അഡ്വാൻസ് നൽകിക്കൊണ്ട് പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നു. രാഘവിന് പുതിയ ബിസിനസ് തുടങ്ങാൻ ബാങ്ക് വായ്പയോ നിക്ഷേപമോ ലഭിക്കരുത്. രാഘവിന്റെ കുടുംബത്തിന് നേരെ നിരന്തരം ഭീഷണികൾ ഉണ്ടാകണം. രാഘവും മായയും തമ്മിലുള്ള ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കണം. അതേസമയം നഗരത്തിലെ പുതിയ ഓഫീസിന്റെ പണികൾക്കിടയിലായിരുന്നു രാഘവ്. അവന്റെ അനിയൻ കാർത്തിക് ഇപ്പോൾ സാവധാനം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ലക്ഷ്മിയുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന ഒരു അജ്ഞാത സംശയം രാഘവിന്റെ മനസ്സിൽ നിഴലിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ബൈക്കിൽ പോകുമ്പോൾ പിന്നാലെ വരുന്ന ഒരേ രജിസ്ട്രേഷൻ നമ്പറുള്ള കറുത്ത ബെൻസുകാർ, വീടിന്റെ പരിസരത്ത് രാത്രികാലങ്ങളിൽ കാണുന്ന ചില അപരിചിതർ, ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ച് കിട്ടാൻ വൈകുന്ന അസ്വാഭാവികമായ തടസ്സങ്ങൾ. രാഘവ് തന്റെ സുഹൃത്തും വക്കീലുമായ ഹരിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. രാഘവ് പറഞ്ഞു, ഹരി, എന്തോ വലിയൊരു കെണി നമുക്ക് ചുറ്റും ഒരുങ്ങുന്നുണ്ട്. ബാങ്കിൽ നിന്ന് സാങ്ഷനായ ലോൺ പെട്ടെന്ന് ക്യാൻസലായി. കാരണം ചോദിച്ചപ്പോൾ മേലധികാരികൾ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. ആരോ ബോധപൂർവം നമ്മുടെ ബിസിനസ് വഴികൾ അടയ്ക്കുകയാണ്. ഹരി പറഞ്ഞു, രാഘവ്, നിന്റെ അച്ഛന്റെ പഴയ ശത്രുക്കൾ ആരെങ്കിലും വീണ്ടും സജീവമായതാണോ? അതോ നമ്മൾ ആ ഗോഡൌണിൽ വെച്ച് പിടിച്ചു കൊടുത്ത 4-ാമന്റെ കൂട്ടാളികളാണോ? രാഘവ് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ഹരി. ഇത് അതിലും വലിയ ഏതോ ഒരു ശക്തിയാണ്. ഇതിന് പിന്നിൽ കളിക്കുന്നത് ബിസിനസ് ലോകത്തെ വൻ തോക്കുകളാണ്. വൈകുന്നേരം മായ രാഘവിനെ കാണാൻ അവരുടെ പതിവ് കഫേയിലെത്തുന്നു. മായയുടെ മുഖത്ത് വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. മായ പറഞ്ഞു, രാഘവ്, വീട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അച്ഛൻ പെട്ടെന്ന് എന്നോട് വിദേശത്തുള്ള നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ചുമതല ഏറ്റെടുക്കാൻ പറയുന്നു. അടുത്ത ആഴ്ച തന്നെ എന്നെ ലണ്ടനിലേക്ക് അയക്കാനാണ് അച്ഛൻ്റെ പ്ലാൻ. രാഘവ് പറഞ്ഞു, ലണ്ടനിലേക്കോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? എനിക്കറിയില്ല രാഘവ്. അച്ഛൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പോരാത്തതിന് അച്ഛൻ്റെ പഴയ ഡയറി യാദൃശ്ചികമായി ഞാൻ കണ്ടു. അതിൽ നിന്റെ അച്ഛൻ ശിവദാസന്റെ പേര് പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ശിവദാസ് എൻ്റെ ബിസിനസ്സിന് തടസ്സമാണ് എന്ന് അച്ഛൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു. രാഘവ്, എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിൽ പണ്ട് എന്തോ ഒരു വലിയ ശത്രുതയുണ്ടായിരുന്നു. അത് കേട്ട് രാഘവ് ഞെട്ടിപ്പോയി. തൻ്റെ അച്ഛൻ്റെ തകർച്ചയ്ക്ക് പിന്നിൽ മാധവ മേനോനും പങ്കാളിയാണോ എന്നവൻ ഭയന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ രാഘവിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. രാഘവ് ഫോൺ തുറന്നു നോക്കിയപ്പോൾ അവന്റെ രക്തം തിളച്ചു. ആ മെസ്സേജിൽ അറ്റാച്ച് ചെയ്തിരുന്നത് 3 ഫോട്ടോകളായിരുന്നു. ഒന്ന് രാഘവിന്റെ അമ്മ ലക്ഷ്മി അമ്പലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന രംഗം. 2 അനിയൻ കാർത്തിക് ആശുപത്രിയിലേക്ക് ഫിസിയോതെറാപ്പിക്ക് പോകുന്ന രംഗം. രാഘവും മായയും ഇപ്പോൾ കഫേയിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ തത്സമയ ചിത്രം. താഴെ ഒരു ഭീഷണി സന്ദേശവും ഉണ്ടായിരുന്നു. ശിവദാസിന്റെ മകന് കുടുംബത്തിന്റെ ജീവനും പുതിയ ബിസിനസ്സും വേണമെങ്കിൽ മാധവ മേനോന്റെ മകളെ മറന്നേക്കുക. മായ നിനക്ക് ചേർന്നവളല്ല. അവളുടെ അടുത്തേക്ക് ഇനിയും ചെന്നാൽ നിന്റെ അച്ഛന് സംഭവിച്ചത് നിന്റെ കുടുംബത്തിന് സംഭവിക്കും. മായ ഭയത്തോടെ ആ മെസ്സേജ് വായിച്ചു. അവൾ കരഞ്ഞുപോയി. മായ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാഘവ്, ഇത് എൻ്റെ അച്ഛൻ്റെ ആളുകൾ ചെയ്തതാണ്. അച്ഛൻ നമ്മളെ നിരീക്ഷിക്കുകയായിരുന്നു.
എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛൻ ഇത്രയും ക്രൂരനാണോ? രാഘവ് മെസ്സേജിലേക്ക് നോക്കി ദേഷ്യത്തോടെ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. നിന്റെ അച്ഛൻ കരുതിയത് ഭീഷണിപ്പെടുത്തി എന്നെ പിന്തിരിപ്പിക്കാം എന്നാണ്. പണ്ട് എൻ്റെ അച്ഛൻ നിശബ്ദനായി എല്ലാം സഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് ശിവദാസിൻ്റെ മകൻ രാഘവാണ്. മായ പറഞ്ഞു. രാഘവ്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അച്ഛൻ വിചാരിച്ചാൽ നമ്മളെ ഇല്ലാതാക്കാൻ കഴിയും. പണവും സ്വാധീനവും അത്രയേറെയുണ്ട്. രാഘവ് പറഞ്ഞു. ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല മായേ. എൻ്റെ കുടുംബത്തിന് നേരെ കൈ ഉയർത്താൻ വരുന്നവൻ ആരായാലും അവനെ നേരിടുക തന്നെ ചെയ്യും. നിന്റെ അച്ഛൻ മാധവമേനോൻ എന്ന സിംഹത്തിന്റെ മടയിലേക്ക് നേരിട്ട് ചെല്ലാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. രാഘവ് കഫേയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പകരം പ്രതികാരത്തിൻ്റെയും തങ്ങളുടെ പ്രണയം സംരക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനത്തിൻ്റെയും തീജ്വാലയായിരുന്നു. രാഘവിൻ്റെ തറവാട്ടു വീട്. പൂമുഖത്ത് നിലവിളക്ക് കത്തുന്നു. സായാഹ്ന സമയം. അമ്മ ലക്ഷ്മി പൂമുഖത്തിരുന്ന് തുളസിമാല കെട്ടുകയായിരുന്നു. അനിയത്തി കാവ്യ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. അവൾ കോളേജിൽ വിട്ടെത്തി അമ്മയെ സഹായിക്കാൻ അരികെ ഇരിക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള അനിയൻ കാർത്തിക് ഉമ്മറത്തെ ചാരുബെഞ്ചിലിരുന്ന് അവളുടെ വിശേഷങ്ങൾ കേൾക്കുന്നു. കാവ്യ പറഞ്ഞു. അമ്മേ, ഇന്ന് കോളേജിൽ വെച്ച് മായ ചേച്ചിയെ കണ്ടിരുന്നു. ചേച്ചിയുടെ ചാരിറ്റി ട്രസ്റ്റ് വഴിയാണ് എൻ്റെ സെമസ്റ്റർ ഫീസിൻ്റെ ഒരു ഭാഗം അടച്ചത്. ചേച്ചി നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹം തോന്നുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അമ്മേ. ലക്ഷ്മി ചെറിയൊരു പുഞ്ചിരിയോടെ. അവൾ വെറുമൊരു പെൺകുട്ടിയല്ല മോളെ. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം അയച്ചൊരു മാലാകയാണ്. നമ്മൾ തെരുവാധാരമായി നിൽക്കുമ്പോഴാ അവൾ രാഘവിൻ്റെ കൂടെ നിന്നത്. നിന്റെ അച്ഛൻ പോയതിൽ പിന്നെ ഈ വീട്ടിൽ വെളിച്ചം കൊണ്ടുവന്നത് അവളാണ്. കാർത്തിക് പറഞ്ഞു. അമ്മേ, ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ മായ ചേച്ചിയെ കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുമോ? എനിക്ക് ചേച്ചിയെ കണ്ട് കുറച്ച് വിശേഷങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന് ചേച്ചിക്ക് കാട്ടിക്കൊടുക്കണം. അവരുടെ കൊച്ചു തറവാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ കിളിക്കൊഞ്ചലുകൾ ഉയർന്നു തുടങ്ങി. എന്നാൽ ഈ സന്തോഷങ്ങൾക്കെല്ലാം മേലെ കറുത്ത നിഴൽ വീഴാൻ പോകുന്നു എന്ന പാവം കുടുംബം അറിഞ്ഞിരുന്നില്ല. റോഡരികിൽ തമ്പടിച്ചിരിക്കുന്ന കറുത്ത ഗ്ലാസുള്ള കാറിനുള്ളിൽ നിന്ന് ക്യാമറയുടെ വിരലുകൾ രാഘവിൻ്റെ വീടിന് നേരെ തിരിഞ്ഞു. കാവ്യ മുറ്റത്തിറങ്ങി ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും കാർത്തിക് ഉമ്മർത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ ലക്ഷ്മി അവന് താങ്ങായി നിൽക്കുന്നതുമെല്ലാം ആ ക്യാമറ കണ്ണുകൾ ചോർത്തിയെടുത്തിരുന്നു. മാധവമേനോന്റെ ഫോണിലേക്ക് വിശ്വസ്തനായ ചാരൻ വിവരങ്ങൾ കൈമാറുന്നു. സാർ, വിവരങ്ങൾ കൃത്യമാണ്. രാഘവിൻ്റെ കുടുംബം പൂർണ്ണമായും അവനെയാണ് ആശ്രയിക്കുന്നത്. അനിയത്തി കാവ്യ കോളേജിൽ പഠിക്കുന്നു. അനിയൻ കാർത്തിക് മാനസികമായും ശാരീരികമായും സുഖം പ്രാപിച്ചു വരുന്നു. അമ്മ ലക്ഷ്മി അമ്പലത്തിലും വീട്ടുകാര്യങ്ങളിലുമായി കഴിയുന്നു. രാഘവിൻ്റെ പ്രധാന ബലഹീനത ഈ കുടുംബമാണ്. മാധവമേനോൻ തൻ്റെ കൂറ്റൻ ബംഗ്ലാവിലിരുന്ന് ആ ഫോട്ടോകൾ ഓരോന്നായി പരിശോധിക്കുകയായിരുന്നു. അയാൾ മാനേജർ ശേഖരനെയും ബിസിനസ് ബ്രോക്കറായ വിക്രമിനെയും അരികിലേക്ക് വിളിച്ചു. മേനോൻ പറഞ്ഞു. രാഘവിനെ നേരിട്ട് തകർക്കുന്നതിനേക്കാൾ എളുപ്പം അവൻ്റെ ഈ കുടുംബത്തെ തകർക്കുന്നതാണ്. അനിയത്തി കാവ്യയുടെ കോളേജ് ഉപരിപഠനം, അനിയൻ്റെ ചികിത്സ, അച്ഛൻ ശിവദാസിൻ്റെ പണ്ട് നഷ്ടപ്പെട്ട കമ്പനി പുനരുജ്ജീവിപ്പിക്കൽ, ഇതൊക്കെയാണ് രാഘവിൻ്റെ ലക്ഷ്യങ്ങൾ. അവന് ബാങ്കിൽ നിന്ന് വായ്പ കിട്ടരുത്. കാവ്യയ്ക്ക് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അവൻ്റെ കുടുംബത്തിന് നേരെ നിരന്തര ഭീഷണികൾ ഉണ്ടാകണം. മായയെ അവനിൽ നിന്ന് അകറ്റാൻ ഇതാണ് വഴി.